ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ദി മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഓഫ് ദി ഇയർ, ദുരന്തർ ദ റിവഞ്ച്. അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി ആ സിനിമ പുറത്തിറങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രം. മാർച്ച് 19 ദുരന്തർ 2 ദി റിവഞ്ച് എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അത് ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ഇതിഹാസ സമാനമായ ബ്ലോക്ക് ബസ്റ്ററായി മാറാനിടയുണ്ട്. ഒരുപാട് വിവാദങ്ങളുടെയായിരുന്നു ദുരന്തർ ഫസ്റ്റ് പുറത്തിറങ്ങിയത്. കാരണം അതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണെന്ന കനത്ത ആരോപണം ഉണ്ടായിരുന്നു. ഒരു പരിധിവരെ അതൊരു പ്രൊപ്പഗാൻഡ സിനിമ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളും ചാരപ്രവർത്തനങ്ങളും എല്ലാം സിനിമകളിൽ കടന്നു വരുമ്പോൾ അവയ്ക്കൊരു പാട്രിയോട്ടിക് സ്വഭാവം ഉണ്ടാവാറുണ്ട്. അത് പലപ്പോഴും പാട്രിയോട്ടിസത്തിൻ്റെ ഏകപക്ഷീയമായ സിംഗുലർ സ്റ്റോറിയാണ് മുഖ്യധാരാ സിനിമകൾ പറയാറുള്ളത്. ഹിന്ദി സിനിമയിൽ തന്നെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദുരന്തറും അതിൽ നിന്നും വിഭിന്നമല്ല. മാത്രമല്ല, അതിൽ ചില പൊളിറ്റിക്കൽ വിമർശനം കൂടി കടന്നു വരുമ്പോൾ പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ ഗവൺമെൻറ്റുകളെല്ലാം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ദുരന്തർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതൊരു സാധാരണ പ്രൊപ്പഗാൻഡ സിനിമയാണെന്നും കേരള സ്റ്റോറി പോലെയുള്ള പല സിനിമകളെയും പോലെ സമൂഹത്തിൽ ഹേറ്റ്രഡും മറ്റൊരു രാജ്യത്തോടും അവിടെയുള്ള ജനങ്ങളോടും ഹേറ്റ്രഡ് പരത്തുന്നതിന് സഹായകമാവുന്നതാണെന്നും വിമർശിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ദുരന്തർ എന്ന സിനിമ ഇതിഹാസ സമാനമായ വിജയം നേടിയിരിക്കുന്നത്. ദുരന്തർ ഒരു സ്പൈ ത്രില്ലറാണ്. ഇന്ത്യയിലെ പല ഭീകരാക്രമണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലെ ISA പോലെയുള്ള ഭീകരരുടെ കേന്ദ്രങ്ങളിൽ കടഞ്ചെന്ന് അവിടെ നാശം വിതയ്ക്കുന്ന ഒരു ഹീറോയിൻ്റെ കഥയാണ് ദുരന്തർ പറയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് വയലൻസ് ഉള്ള, ആക്ഷനുള്ള, ബ്ലഡ് ഷെഡിങ് ആയ ഒരുപാട് സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിനൊന്നും സാധിക്കാത്ത ഒരു വിജയമാണ് ദുരന്തറിന് ലഭിച്ചിരിക്കുന്നത്. ഒരു പക്ക ആക്ഷൻ ചിത്രമാണ് ദുരന്തർ എന്ന് പറയുന്നത്. ഏകദേശം 3.5 മണിക്കൂറോളം ദൈർഘ്യവുമുണ്ട്. ഇത്രയൊക്കെ ദൈർഘ്യമുണ്ടായിട്ടും ആ സിനിമ പ്രേക്ഷകരെ യാതൊരു മടുപ്പും കൂടാതെ ഇൻട്രസ്റ്റിംഗ് ആയി പിടിച്ചിരുത്താൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ആ സിനിമയ്ക്ക് വലിയൊരു വിജയം ഉറപ്പാക്കിയത്. അങ്ങനെ ആ സിനിമയെ മാറ്റുന്നതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായ ശക്തമായ ഒരു തിരക്കഥയും ഒരു നിമിഷം പോലും ലാഗില്ലാത്ത മടുപ്പിക്കാത്ത കഥ പറച്ചിലും അതിലെ ഓരോ സംഭവങ്ങളുടെയും ജൈവികമായ പരിണാമങ്ങളുമെല്ലാം ആ സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആയി ഉടനീളം നിലനിർത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിലെത്തിയ ഒരു ഇന്ത്യൻ ചാരൻ്റെ കഥയാണ് ആ സിനിമ പറഞ്ഞതെങ്കിൽ ദുരന്തർ 2 എത്തുമ്പോൾ അത് എന്തുകൊണ്ട് ആ ഇന്ത്യൻ ചാരൻ ഇങ്ങനൊരു ചാവേറായി ഇതിലെ ജസ്കിരൺ സിംഗ് രംഗി എന്ന രൺവീർ സിംഗ് അവതരിപ്പിച്ച ആ കഥാപാത്രം മാറി എന്നതിൻ്റെ കഥ കൂടി പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ രണ്ടാം ഭാഗത്തെ ഏറ്റവും ത്രില്ലിംഗ് ആക്കി മാറ്റാൻ പോകുന്നതും ആ ബാക്ക് സ്റ്റോറി ആയിരിക്കും. ട്രെയിലറിലാകെ നിറഞ്ഞു നിൽക്കുന്നത് രൺവീർ സിംഗ് ആണ്. രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന 2 തരം കഥാപാത്രങ്ങളാണ്. ഹംസ എന്ന ചാവേറിലേക്കുള്ള മാറ്റത്തിന് രൺവീർ സിംഗിനെ പ്രേരിപ്പിക്കുന്ന എന്ത് ദുരന്തമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ ഏതെങ്കിലും തീവ്രവാദി ആക്രമണത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ട് അയാൾ അനാഥനായി മാറിയിട്ടുണ്ടാവാം. ആ ഒരു ദുരന്തത്തിൻ്റെ പ്രതികാരമായിരിക്കാം ദുരന്തർ 2 ദ റിവഞ്ച് എന്ന സിനിമയിലൂടെ നാം കാണാൻ പോകുന്നത്. ദുരന്തർ 1-ാം ഭാഗമുണ്ടാക്കിയ ആൻറ്റിസിപ്പേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് ദുരന്തർ 2 ട്രെയിലറും പുറത്തുവിട്ടിരിക്കുന്നത്. പ്രേക്ഷകരെ സീറ്റഡ്ജാക്കുന്ന ആക്ഷൻ രംഗങ്ങളും അവരുടെ രക്തം കട്ടിയാക്കുന്ന വയലൻസും മിന്നിമായുന്ന പ്രണയവും എല്ലാം ചേർത്ത് പ്രേക്ഷകർക്ക് ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് നൽകാൻ പോവുകയാണ് ദുരന്തർ 2 എന്നത്. 4 മണിക്കൂറോളം ഈ സിനിമയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ മലയാള സിനിമയ്ക്കാണെങ്കിൽ പൊതുവെ 2 മണിക്കൂറൊക്കെ ഉണ്ടാവാറുള്ളൂ. ആ 2 മണിക്കൂർ പോലും പലപ്പോഴും അത് കണ്ടു തീർക്കാൻ നാം എത്രമാത്രം ക്ഷമയോടുകൂടി ഇരിക്കാറുണ്ടെന്ന് നമുക്കറിയാം. 4 മണിക്കൂറായാലും അതെല്ലാം തന്നെ പ്രേക്ഷകർ ഒരു ഇഞ്ച് പോലും അനങ്ങാതെ സീറ്റിലിരുന്ന് കാണുമെന്ന് ഉറപ്പ് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകനായ ആദിത്യ ധറിനും ഉണ്ട്. ആ ഒരു ഉറപ്പ് ദുരന്തർ 1 നിന്നും അവർക്ക് ലഭിച്ചതാണ്. തീർച്ചയായും ദുരന്തർ 1 നമ്മെ ത്രസിപ്പിച്ച പല കഥാപാത്രങ്ങളും ഇതിൽ വന്നു പോകുന്നുണ്ട്. മാധവന്റെ അജയ് സന്യാലും അർജുൻ രാംപാലിൻ്റെ ISA തലവനായ മേജർ ഇക്ബാലും സഞ്ജയ് ദത്തിൻ്റെ SP ചൗധരി അസ്ലമും എല്ലാം ഈ പാർട്ടിലും ശക്തമായ സാന്നിധ്യമായി ഉണ്ട് എന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. അക്ഷയ് ഖന്നയുടെ കഥാപാത്രം അവിടെ കൊല്ലപ്പെട്ടതുകൊണ്ട് ഇത് ഇവിടെ എങ്ങനെ ഉൾപ്പെടുത്തുമെന്നതിനെ പറ്റി പ്രേക്ഷകന് ആകാംക്ഷയുണ്ട്.
സർഗാത്മക ശേഷിയുള്ള ഒരു മികച്ച തിരക്കഥാകൃത്തിന് അത് എളുപ്പം സാധിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തു തന്നെയായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ത്യയാകമാനം വലിയൊരു ഹിറ്റാകാൻ പോകുന്ന സിനിമയാണ് ദുരന്തർ 2 ദി റിവെഞ്ച്. ഒരു പക്ഷേ ജനുവരി 19 ശേഷം ഒരു 3 ആഴ്ചയെങ്കിലും മറ്റ് പല സിനിമകളും റിലീസ് ചെയ്യാൻ ഒന്ന് മടിക്കും, അത് ഏത് ഭാഷയിലായാലും. കാരണം ആ കാലയളവ് പൂർണ്ണമായും ഇന്ത്യൻ തിയേറ്ററുകൾ പിടിച്ചടക്കുക ദുരന്തർ 2 എന്ന സിനിമ തന്നെയായിരിക്കും. നേരത്തെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച പല സിനിമകളും അതിൻ്റെ റിലീസിംഗ് ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടുകൂടി റിലീസിന് തയ്യാറെടുത്ത യാഷിൻ്റെ ടോക്സിക് പോലും ദുരന്തറുമായി ഏറ്റുമുട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിലീസിംഗ് ഡേറ്റ് മാറ്റിയിരിക്കുകയാണ് എന്ന് കാണുമ്പോഴാണ് ദുരന്തർ ദി റിവെഞ്ച് എന്ന സിനിമ ഒരു 3 ആഴ്ച കാലത്തേക്ക് ദുരന്തർ ദി ഡോമിനേഷൻ എന്ന് ഇന്ത്യൻ സിനിമയെ മാറ്റാൻ പോകുന്ന കാഴ്ചയായിരിക്കും നാം കാണാൻ പോകുന്നത്. ഏകദേശം 285 കോടിക്കാണ് പോലും നെറ്റ്ഫ്ലിക്സ് ഇതിൻ്റെ OTT റൈറ്റ് എടുത്തിരിക്കുന്നത്. എന്തായാലും ബോളിവുഡ് സിനിമയുടെ ശനിദശ ഈ സിനിമ മാറ്റിയെടുത്തേക്കാം. കാരണം ഒരുപാട് കാലമായി ബോളിവുഡിൽ നിന്നും ഫ്ലോപ്പുകളുടെ പരമ്പരയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ദുരന്തർ അതിനൊരു അവസാനം തീർത്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.